അയ്യോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു അഗ്രേറിയൻ ഇക്കോണമി ആണെന്ന് അറിയാം. സോ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് തന്നെയാണ് നമ്മുടെ ഇക്കോണമിയിൽ പ്ലേ ചെയ്യുന്നത്. കാരണം മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഫ്രം ദ ബിഗിനിങ് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ, അവരുടെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. അപ്പം ഈ അഗ്രികൾച്ചർ സെക്ടറും ഫിഷറീസ് ആൻഡ് ഫോറസ്ട്രിയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേഷന്റെ ആ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 1/3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത് ഈ സെക്ടേഴ്സിൽ നിന്നാണ്. അപ്പം അഗ്രികൾച്ചർ ഇപ്പം ടോട്ടൽ എക്സ്പോർട്ടിന്റെ കേസിലാണെങ്കിലും അഗ്രികൾച്ചറൽ എക്സ്പോർട്ടിന്റെ ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നതും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പം ഈ ഒരു ഡോമിനന്റ് പൊസിഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു കളക്ഷനും അല്ലെങ്കിൽ ആ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്, സോ ഇതിനെ ബേസ് ചെയ്തായിരിക്കും മുന്നോട്ട് ഉള്ള ഒരു പോളിസീസ് അല്ലെങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കാനും അഗ്രികൾച്ചർ സെക്ടറിന്റെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. സോ ഇമ്പോർട്ടന്റ് ആണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്നോളജ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം തന്നെ ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്, ഒരിക്കലും സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്, അതായത് ഓരോ സ്റ്റേറ്റ് ലെവലിലും ഒരു സ്റ്റേറ്റ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി SASA എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലും. അപ്പം ഇത് ആരുടെ ഗൈഡൻസിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അപ്പം ഓരോ സ്റ്റേറ്റ് ലെവലിലും അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്, സോ അതിന്റെ കളക്ഷനും കമ്പൈലേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റീസ് ആയിരിക്കും. ഇനിയും ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഒരു അറ്റാച്ച്ഡ് ഓഫീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആൻഡ് വെൽഫെയർ, ഫാമേഴ്സ് വെൽഫെയർ അതിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ആണ് ഈ പറയുന്ന ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, DES എന്ന് പറയുന്നത്. സോ ഇതിന്റെ നമ്മുടെ സെൻട്രലിലുള്ള ഒരു പിവോട്ടൽ ഏജൻസി, ഒരു ഓൾ ഇന്ത്യ ലെവലില് നമ്മളുടെ ഈ പറയുന്ന അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ DES MOA ആണ്. മറ്റ് പ്രിൻസിപ്പൽ ഡേറ്റ ഗാദറിംഗ് ഏജൻസീസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് DES, മറ്റേന്ന് പറയുമ്പോഴത്തേക്കും DE, അതായത് ഡയറക്ടർ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയാണ് ഏത് സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, ക്രോപ്പ് ഏരിയ, പ്രൊഡക്ഷൻ, ലാൻഡ് യൂസ്, ഇറിഗേഷൻ, സോ അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1975-76 കാലഘട്ടത്തിൽ നമ്മുടെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്, സോ അതിന്റെ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഒരു സ്കീം സ്പോൺസർ ചെയ്തിരുന്നു. അതും 3 പെർമനന്റ്ലി സെറ്റിൽഡ് സ്റ്റേറ്റ്സിൽ, കേരള, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആദ്യമായിട്ട് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് 3 പെർമനന്റ്ലി സെറ്റിൽഡ് സ്റ്റേറ്റിൽ കൊണ്ടുവന്നു. പിന്നീട് അത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്കറിയാം ഇൻഡിപെൻഡൻസ് തൊട്ട് നമ്മളുടെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രാക്ടീസിൽ ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ആവശ്യമാണ്. അതും ഓരോന്ന്, ഇപ്പൊ ലാൻഡ് യൂസ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ക്രോപ്പ് ഏരിയ ആയിക്കോട്ടെ, ടൈപ്പ് ഓഫ് ക്രോപ്പ് ആയിക്കോട്ടെ, അല്ലെ പ്രൈസ് സംബന്ധമായിട്ട്, ഇതിനെല്ലാം നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഒരു ഏജൻസി അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് 1975-76 കൊണ്ടുവരുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഗ്രൂപ്പ്സുകൾ പറയുന്നുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റി ഓൺ കോർഡിനേഷൻ ഓഫ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് 1949 എസ്റ്റാബ്ലിഷ് ചെയ്തത്, നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 76 കൊണ്ടുവന്നു, ഹൈ ലെവൽ ഇവാലുവേഷൻ കമ്മിറ്റി ഫോം ചെയ്തു, റീസെന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്, അതായത്
നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഒന്ന് മോഡേണൈസ് ചെയ്യാൻ ഒരു റീസെന്റ് വർക്ക്ഷോപ്പ് 1998 ക്യാരി ഔട്ട് ചെയ്തു. അപ്പം എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കാം. അപ്പം ഒന്നാമത്തത് ടെക്നിക്കൽ കമ്മിറ്റി ഓൺ കോർഡിനേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ 1949. അപ്പം ഈ ഒരു ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് ചെയർമാൻ, ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് WR നാത്തു. സോ അപ്പം ഈ ഒരു കമ്മിറ്റി അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റത്തിന്റെ ആ ഒരു ഫംഗ്ഷനിങ്, അവരുടെ ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സാമിൻ ചെയ്യാം, എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ ഫോക്കസ് ചെയ്തു. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷന്റെ ആ ഒരു സ്റ്റാൻഡർഡൈസിങ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷന്, ദെൻ ഡിവൈസിങ് യൂണിഫോം ഫോംസ് ഓഫ് റിട്ടൺ, ഇപ്പം ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ സജസ്റ്റിംഗ് ദ സ്കോപ്പ് ഓഫ് എൻക്വയറി ഇൻ റെസ്പെക്ട് ടു areas where the system of land record did not exist. അതായത് ലാൻഡ് റെക്കോർഡ്സ് ഇല്ലാത്ത അങ്ങനെയുള്ള ആ ഒരു ഏരിയയില് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് ഓഫ് ഇൻക്വയറി ഒക്കെ അവര് നടത്തി ഈ ഒരു കമ്മിറ്റി. അതുപോലെ തന്നെ മറ്റു മെഷേഴ്സിനോടൊപ്പം തന്നെ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒന്നാണ് പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഫോർ കളക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് പല തട്ടില് ഡിഫറെന്റ് ലെവൽസില് ആ ഒരു അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്, സോ അതിന്റെ ഒരു കളക്ഷൻ ആവശ്യം, ആ ഒരു പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ, സോ അതിനെ കുറിച്ചും ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത. അപ്പം ഇനി അടുത്തത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1976. ഈ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 1970 ഓഗസ്റ്റില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പം റിലീസ് ഇറ്റ്സ് ഫൈനൽ റിപ്പോർട്ട്, അതായത് ഏകദേശം 1976 ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു 1976. സോ അവര് മേജർ ആയിട്ടും കുറെ റെക്കമെൻഡേഷൻ ഒക്കെ നടത്തി. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെക്ടേഴ്സ്, സബ്സിഡിയറി സെക്ടറും അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും റിസർച്ചിനും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, സജഷൻസ് ഒക്കെ അവര് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പം ഈ 1976 റിപ്പോർട്ട് നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രീനെ കുറിച്ച് കാറ്റഗറൈസ് ചെയ്തു, മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഫാം, റൂറൽ, അർബൻ എന്ന് പറയുന്നത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു റിപ്പോർട്ട് ഒരുപാട് റെക്കമെൻഡേഷൻ ഒക്കെ വന്നെങ്കിലും ഈ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പല തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ റെക്കമെൻഡേഷൻ നമ്മൾ കണ്ടല്ലേ, വാട്ടർ മാനേജ്മെന്റ് വേണം, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഫാം റിലേറ്റഡ് സെക്ടേഴ്സ്, സോ അതിന്റെ ഒരു ഡെവലപ്മെന്റ്, ദെൻ അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റും റിസർച്ച്, ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ്, ലോ കോസ്റ്റ് ഹൈലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒരു അഡോപ്ഷന്, പോലെ കൺസർവേഷൻ ഫാമിംഗ് ടൈം, സോ അതിലൊരു ചേഞ്ച് വരുത്തുക, ദെൻ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, സോ അതിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി, ആ ഒരു നാഷണൽ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈ ലെവൽ ഇവാലുവേഷൻ കമ്മിറ്റി 1983. അതായത് നമ്മള് അതായത് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ, അവരുടെ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ഓൺ മോഡേണൈസേഷൻ ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ഇന്ത്യ 1998 ഈ ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്തത്. അപ്പം എന്തിനാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ്, അതിന്റെ യൂസ്, സോ അതുമായിട്ട് ബന്ധപ്പെട്ട സജഷൻസ് ഒക്കെ കൊടുക്കുക. അതായത് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു റീലബിലിറ്റി അല്ലെങ്കിൽ ആഡിക്വസി, സോ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ
അത് NSC 2005 ജൂൺ 1 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2006 രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അതിന്റെ ബേസിലാണ് ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അപ്പം 2000 ജനുവരിയിൽ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് 2000 ജനുവരിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ സി രംഗരാജന്റെ അണ്ടറിലായിരുന്നു, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിലായിരുന്നു ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്തത്. ഇപ്പൊ 2001 ഓഗസ്റ്റില് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കീ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ രാജ്യത്തെ ആ ഒരു എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്, സോ അതിന്റെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രയോറിറ്റീസിന്റെ ആ ഒരു എൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോർഡിനേഷൻ, ഡിഫറെന്റ് ഏജൻസീസിന്റെ ആ ഒരു കോർഡിനേഷൻ ഇതൊക്കെ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം വേണ്ടി ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ കമ്മീഷൻ വേണമെന്ന് ആര് പറഞ്ഞു? ഡോക്ടർ സി രംഗരാജൻ കമ്മീഷൻ, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിലുള്ള ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അവർ പറയുകയുണ്ടായി ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട്. സോ ഈ NSCയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് പോളിസീസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്, അതുപോലെ ഡിഫറെന്റ് ഏജൻസീസ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉറപ്പാക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. NSCയുടെ മെമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം, ഒരു 4 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മളുടെ MOSPIയുടെ അതായത് സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സോ അതായത് നമ്മുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കമ്മീഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യനെയാണ് നമ്മൾ ഇതില് ഉൾപ്പെടുത്തുന്നത്. അപ്പം 2023 ജൂലൈ 31 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NSC ചെയർമാൻ, അതായത് NSCക്ക് ഒരു ചെയർമാൻ ഉണ്ട്, 2 മെമ്പേഴ്സ് ഉണ്ട്, ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ഉണ്ട്. ആരാണ്? പ്രൊഫസർ രാജീവ ലക്ഷ്മൺ കരൺധികർ. സോ അദ്ദേഹത്തിനെയാണ് നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട്, അതായത് NSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് 2022 നവംബർ 30. അത് 3 വർഷത്തേക്കാണ് ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പം ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് ലക്ഷ്മൺ കരൺധികർ ആണ്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? 2005 ജൂൺ 1 NSC ഫോം ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതും ആരുടെ റെക്കമെൻഡേഷൻ? രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. സോ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് കണ്ടു. കറന്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതായത് 2022 നവംബർ 30 കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് രാജീവ ലക്ഷ്മൺ കരൺധികർ. സോ അദ്ദേഹത്തിനെ ആണ് പുതിയ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. 3 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനുമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങള്. NSCയുടെ കീഴിലായിട്ട് ഒരുപാട് ഏജൻസീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ NSCs ഈ പറയുന്ന ഏജൻസീസിന്റെയൊക്കെ ഫൈൻഡിങ്സും റെക്കമെൻഡേഷനും എല്ലാം അവര് അനലൈസ് ചെയ്യണം. അതും അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പ്രിവൈലിംഗ് സ്റ്റേറ്റസ് ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിൽ ഒരു ഫ്രഷ് അനാലിസിസ് അവര് നടത്തുകയും അതുപോലെ വേണ്ട ആ ഒരു ഡെഫിഷ്യൻസീസ് കണ്ടുപിടിച്ച് റെമഡിയൽ മെഷേഴ്സ്, അതായത് റൈറ്റ് ടൈമില് റെമഡിയൽ മെഷേഴ്സ് പറയുകയും ഒക്കെയാണ് NSC ചെയ്യേണ്ടത്. അപ്പം NSC ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, അത് നമ്മുടെ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റും കൊടുക്കുന്ന ആ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റേഷനെ ബേസ് ചെയ്താണ് അവര് ഈ പറയുന്ന ഡെഫിഷ്യൻസീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും, റെമഡിയൽ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഏജൻസീസിന്റെ റെപ്രസെന്റേറ്റീവ്സുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇന്ററാക്ഷനെ ബേസ് ചെയ്തും ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് NSCക്ക് സാധിക്കും. 2000 ഒക്ടോബറിൽ നടന്ന സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഒരു കോൺഫറൻസ് നടന്നിരുന്നു. സോ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻപുട്ട്, ഇപ്പം എന്തൊക്കെയാണോ ഇഷ്യൂസ് ഉള്ളത്, സോ അതിനാവശ്യമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ 2000 ഒക്ടോബറിൽ നടന്ന കോൺഫറൻസ് സഹായിച്ചിട്ടുണ്ട്. ഇനിയും അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേജർ ആയിട്ടുള്ള ഡേറ്റ സോഴ്സുകൾ ഏതൊക്കെയാ നോക്കാം. അഗ്രികൾച്ചർ സെൻസസ് ഉണ്ട്,
livestock census, marine fishery census, input survey, land use survey of national remote sensing agency, പിന്നെ general crop estimation, integrated sample survey of major livestock products. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡാറ്റാ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. കളക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ്? സ്റ്റോക്ക് ഓഫ് റിസോഴ്സ് ഡാറ്റ ഉണ്ട്, ഡാറ്റ ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ട്. സ്റ്റോക്ക് ഓഫ് റിസോഴ്സ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ നേച്ചർ ആയിരിക്കത്തില്ല. അതുപോലെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്യുലർ ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. നമ്മുടെ അഗ്രികൾച്ചർ സെൻസസ് ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു എന്താണ് ഒരു ബേസ് ലൈൻ ഡാറ്റയായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഡാറ്റ ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ആനുവൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാറുണ്ട്. ഫ്രീക്വന്റ്ലി, അതായത് ആനുവലി നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യും, ഡിഫറെന്റ് സീസണിലും ഒക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. സോ അഗ്രികൾച്ചർ സർവേകളാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അഗ്രികൾച്ചർ സെൻസസ്, അതായത് അഗ്രികൾച്ചർ സെൻസസ് ഇന്ത്യയിൽ 5 വർഷം കൂടുമ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതും നമ്മളുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO, UN-ന്റെ ഒരു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനിലും ഇവോൾവ് ചെയ്തിട്ടുള്ള വേൾഡ് സെൻസസ് ഓഫ് അഗ്രികൾച്ചർ. സോ അതിന്റെ ആ ഒരു ഗൈഡ് ലൈൻസിന്റെ ബേസിസിലാണ് നമ്മൾ അഗ്രികൾച്ചർ സെൻസസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ അഗ്രികൾച്ചർ സെൻസസിന് വേണ്ട ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് സൈസ് ക്ലാസസ് ഓഫ് ഓപ്പറേഷൻ ഹോൾഡിങ്ങിന്റെ, അതായത് സോഷ്യൽ ഗ്രൂപ്പ്, ഇപ്പം SC ST, സോ അതുപോലെ തന്നെ മറ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻസ്, ജെൻഡർ, ക്രോപ്പ്, ലാൻഡ് യൂസ് പാറ്റേൺ, ഇറിഗേഷൻ സ്റ്റാറ്റസ്, ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡാറ്റ, നമുക്ക് സെൻസസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതായത് പല ഗ്രൂപ്പ്സ് കാണും അല്ലെ, അതായത് ആ ഒരു എന്താണ് SC ST അങ്ങനെ ഓരോ ആൾക്കാർ കാണും. സോ അവരുടെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഹോൾഡിംഗ്, അതായത് അഗ്രികൾച്ചർ ലാൻഡിന്റെ ഹോൾഡിംഗ് അത്രമാത്രമാണ്, പിന്നെ ഏത് ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇറിഗേഷന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെൻസസ് നടത്തുന്നത് 1971 ആണ്. ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ, അഗ്രികൾച്ചർ സെൻസസിന് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഹോൾഡിംഗ് ആണ്. ഓണർഷിപ്പ് ഹോൾഡിംഗ് അല്ല, ഓപ്പറേഷണൽ ഹോൾഡിംഗ് ആണ് നമ്മളുടെ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ സെൻസസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 3 ഫേസസിലായിട്ടാണ് നടക്കുന്നത്. ഒരു ഓപ്പറേഷണൽ ഹോൾഡിംഗ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആയിട്ട് മൈക്രോ ലെവലിൽ ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ എടുത്തിട്ട് ഒരു 3 ഫേസ് ആയിട്ട് നടത്തുന്നത്. ഇൻപുട്ട് സർവേ ഒരു ഫോളോ അപ്പ് സർവേ ആണ് അഗ്രികൾച്ചർ സെൻസസിന്റെ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11th സെൻസസ് ആണ്, അതും ഓഗസ്റ്റ് 2022 21-22 11th അഗ്രികൾച്ചർ സർവേ ലോഞ്ച് ചെയ്തു യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, അതായത് നരേന്ദ്ര സിംഗ് തോമർ. സോ അദ്ദേഹം ലോഞ്ച് ചെയ്തു 11th, ഇപ്പോഴത്തെ 11th അഗ്രികൾച്ചർ സെൻസസ് ആണ്. നെക്സ്റ്റ് ലൈഫ് സ്റ്റോക്ക് സെൻസസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ഇൻ ഇന്ത്യ ആണ് ഈ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് എല്ലാ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസും അതുപോലെ തന്നെ ആനിമൽസിന്റെ ആ ഒരു ഹെഡ് കൗണ്ട്സും ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഡാറ്റ ഈ ഒരു സെൻസസിൽ ഉൾപ്പെടുത്തുന്നത്. 1919 ലൈഫ് സ്റ്റോക്ക് സെൻസസ് അത് ആ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. 2018 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20th ലൈഫ് സ്റ്റോക്ക് സെൻസസ് ആയിരുന്നു ലോഞ്ച് ചെയ്തു. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ടോട്ടൽ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 535.78 മില്യൺ ആണ്. അതും 2012 സെൻസസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 4.6% ഇൻക്രീസ് ഇതില് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് മറൈൻ ഫിഷറീസ് സെൻസസ്, അതായത് ഇൻലാൻഡ് ഫിഷറീസ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടാണ് മറൈൻ ഫിഷറീസ് സെൻസസ് നടത്തുന്നത്. ഇൻലാൻഡ്, അതായത് മറൈൻ ഫിഷറീസ്, അതില് സോഷ്യോ ഇക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് ഫിഷർമാൻ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ മറൈൻ ഫിഷറി റിസോഴ്സിന്റെ ഹാർവസ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും നമ്മൾ മറൈൻ ഫിഷറി സെൻസസിൽ കളക്ട് ചെയ്യും. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI, നമ്മുടെ കൊച്ചിയിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CIFRI,
ബാരാക്പൂരിലുള്ള ഇവരാണ് ഈ ഒരു മറൈൻ ഫിഷറി സെൻസസ് കണ്ടക്ട് ചെയ്യുക. ഒരു ഇൻലാൻഡ് ഫിഷറി സെൻസസും മറൈൻ ഫിഷറി സെൻസസും നമ്മുടെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ്. അപ്പൊ ഫസ്റ്റ് പ്ലാന്റ് സർവേ മറൈൻ ഫിഷിംഗിൽ നടത്തിയത് 1948-49 ആ ഒരു കാലഘട്ടത്തിലാണ് നടത്തിയിരുന്നത്. വില്ലേജ് വൈസ് പോപ്പുലേഷൻ ബേസ് ചെയ്താണ് അങ്ങനെയായിരുന്നു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ ആക്റ്റീവ് ഫിഷർമെൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷിംഗ് യൂണിറ്റ്സ്, സോ ഇതിന്റെയൊക്കെ ബേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ നിന്നാണ് ഇൻഫോർമേഷൻസ് എടുത്താണ് ഫസ്റ്റ് പ്ലാന്റ് സർവേ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ലാൻഡ് യൂസ് സർവേ, അത് നമ്മൾ ആനുവലി കണ്ടക്ട് ചെയ്യുന്ന ഒരു 9-point ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്താണ് ലാൻഡ് യൂസ് സർവേ നടത്തുന്നത്. 9 കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ്, ഏരിയ അണ്ടർ നോൺ അഗ്രികൾച്ചർ യൂസ്, ബാരൻ ആൻഡ് അൺകൾട്ടിവേറ്റബിൾ ലാൻഡ്, പെർമനന്റ് പാസ്റ്റേഴ്സ് ആൻഡ് അതർ ഗ്രേസിംഗ് ലാൻഡ്, ലാൻഡ് അണ്ടർ, അങ്ങനെ 9 കാറ്റഗറീസിനെ ബേസ് ചെയ്താണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി NRSA, നമ്മുടെ ഇന്ത്യ ലാൻഡ് യൂസ് സർവേ റിമോട്ട് സെൻസിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് 1988-89 നടത്തിയിരുന്നു. ആ സമയത്ത് ലാൻഡിന് നമ്മൾ 22 കാറ്റഗറീസ് കേട്ടോ, 22 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് NRSA ഈ ഒരു ലാൻഡ് യൂസ് സർവേ കണ്ടക്ട് ചെയ്തിരുന്നത്. ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ അഥവാ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോപ്പ് കട്ടിംഗ് എക്സ്പീരിമെന്റ് ആ ഒരു ടെക്നിക്കിലൂടെയാണ് ഈ ഒരു സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 68 ക്രോപ്സ് ആണ് ഈ സർവേയിൽ കവർ ചെയ്യുന്നത്. 52 ഫുഡും 16 നോൺ ഫുഡ് ക്രോപ്സും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കിട്ടുന്ന ക്രോപ്പ് പ്രൊഡക്ഷന്റെ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഈൽഡ് എസ്റ്റിമേറ്റും ആയിട്ട് നമ്മളുടെ ഏരിയ ആ ഒരു എസ്റ്റിമേറ്റഡ് ഏരിയ മൾട്ടിപ്ലൈ ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഒരു ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു കളക്ഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു പ്രൊവിനൻസിനെ നമ്മൾ 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഈ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ നമ്മൾ പറഞ്ഞ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേയും ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേയും സെയിം ആണ്, ജനറൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇത് ക്രോപ്പ് കട്ടിംഗ്, അതായത് നമ്മൾ പറഞ്ഞു ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് യൂസ് ചെയ്തതാണ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1950-51 ആ ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു. ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് നമ്മളിപ്പോ കണ്ടു അല്ലെ, ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേയില് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താണ് നമ്മൾ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്രോപ്പ് ഈൽഡ് അത് എത്രമാത്രമാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഒരു റാൻഡംലി സെലക്ടിങ് പ്ലോട്ട്, ഒരു ഫീൽഡിലുള്ള ഒരു ഗിവൺ സൈസിലുള്ള ആ ഒരു റാൻഡംലി സെലക്ടഡ് പ്ലോട്ട്സ്, അവിടുത്തെ ക്രോപ്പ് ഈൽഡ് എത്രമാത്രമാണ് അത് എസ്റ്റിമേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡ്യൂസ് ഒരു സ്പെസിഫിക് മെത്തഡോളജി യൂസ് ചെയ്ത് നമ്മൾ ആ പ്രൊഡ്യൂസ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ റൈസ്, വീറ്റ്, ഷുഗർ കെയിന്, കോട്ടൺ, ബാർലി, സോ ഇങ്ങനെയുള്ള ക്രോപ്സിലായിരുന്നു നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്. അപ്പം ക്രോപ്പ് കട്ട് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആക്ട് ആണ് സത്യം പറഞ്ഞാൽ. അതിന്റെ മെച്യൂർ ആയിട്ടുള്ള ഒരു ക്രോപ്പ്, ഒരു സെലക്ടഡ് പ്ലോട്ട്, അതിനെയാണ് നമ്മൾ ക്രോപ്പ് കട്ടിംഗ് പ്ലോട്ട് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ മെച്യൂർ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യും ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ നമ്മൾ എടുത്തിട്ട്. അപ്പം ഈ ഒരു ഹാർവെസ്റ്റഡ് ഈൽഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാർവെസ്റ്റഡ് ക്രോപ്പ്, വെയിറ്റ് ഓഫ് ദി ഹാർവെസ്റ്റഡ് ക്രോപ്പ് വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ ദി ഏരിയ ഓഫ് പ്ലോട്ട്, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു ഹാർവെസ്റ്റഡ് ഈൽഡ് റേറ്റ് എന്ന് പറയുന്നത്. 1940s അല്ലെങ്കിൽ 1950s ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഒരു ടെക്നിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ക്രോപ്പ് കട്ടിംഗ് സർവേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് സ്ട്രാറ്റിസ്ഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. അതായത് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സബ് ഡിവിഷൻസ് നമ്മൾ സ്ട്രാറ്റ ഒരു ബ്ലോക്കിനുള്ളിൽ വിത്തിൻ ദ ബ്ലോക്ക് എന്നാണ് പറയുന്നത് കേട്ടോ, നമ്മൾ സ്ട്രാറ്റ ആയിട്ട് എടുക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് സിലക്ടഡ് വില്ലേജ്, ഒരു സിലക്ടഡ് വില്ലേജിനെ, ഒരു സർക്കിൾ ഉള്ള ആ ഒരു സെലക്ടഡ് വില്ലേജിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റ് ആയിട്ട് എടുക്കും. ദെൻ സെലക്ടഡ് കൾട്ടിവേറ്റേഴ്സ്, വില്ലേജിലുള്ള സെലക്ടഡ് കൾട്ടിവേറ്റേഴ്സിനെ നമ്മൾ തേർഡ് സ്റ്റേജ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു.
ദെൻ അതിനുശേഷം ആ ഒരു സെലക്ടഡ് പ്ലോട്ട്സ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആ ഒരു സ്റ്റേജ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ സെലക്ടഡ് പ്ലോട്ട്സ് ആയിരിക്കും. ക്രോപ്പ് കട്ടിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റിയലബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ക്രോപ്പ് ഈൽഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ. നമ്മളുടെ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ സ്കീം അവരുടെ ആ ഒരു അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഈ ക്രോപ്പ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡിഫറെന്റ് ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ക്രോപ്പ് കട്ട് പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ് ഡിഫറെന്റ് ക്രോപ്സിന് ഡിഫറെന്റ് ആയിരിക്കും. അത് പില്ലറ്റ് സ്റ്റഡീസിനെ ബേസ് ചെയ്തായിരിക്കും ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാഡി അല്ലെങ്കിൽ മസ്റ്റാർഡ് ക്രോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. അതായത് 10 മീറ്റർ ഇൻറ്റു 5 മീറ്റർ എന്നുള്ള രീതിയിൽ വിട്ടും എന്താണ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ വീറ്റും പൊട്ടറ്റോ എടുക്കുമ്പോഴത്തേക്കും സ്ക്വയർ ഷേപ്പിലായിരിക്കും. ഡയമെൻഷൻ എന്ന് പറയുന്നത് 5M ഇൻറ്റു 5M അങ്ങനെയായിരിക്കും അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫറെന്റ് ഷേപ്പും സൈസും ആയിരിക്കും എന്ത് ഈ പറയുന്ന ക്രോപ്പ് കട്ടിംഗ് പ്ലോട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ നമ്മളുടെ ഇന്ത്യയില് പീരിയോഡിക് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് സർവേസ് കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്ന NSSO. അതിന്റെ നേരത്തെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഫോർമലി പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നായിരുന്നു. 1950s ഡയറക്ടറേറ്റ് ഓഫ് നാഷണൽ സാമ്പിൾ സർവേ എന്നുള്ള രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും ഒരു 1970 മാർച്ച് 5 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെസൊല്യൂഷനെ ബേസ് ചെയ്ത് ഇതിനെ റീഓർഗനൈസ് ചെയ്ത് ഇന്നത്തെ NSSO ആക്കി മാറ്റി. നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ അതായത് NSSOയെ 4 ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് അതിലുള്ളത്. ഒരു ഡയറക്ടർ ജനറൽ അപ്പെക്സ് ലെവലിൽ ഉണ്ടായിരിക്കും. ഓരോ ഡിവിഷൻസ് നമ്മൾ ഏതൊക്കെയാണ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, ഡേറ്റ ക്വാളിറ്റി അഷുറൻസ് ഡിവിഷന്, സർവേ കോർഡിനേഷൻ ഡിവിഷന്, ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷന്. സോ ആ ഒരു ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷന് ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഉണ്ടായിരിക്കും. സോ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്ക്, അതായത് ഈ പറയുന്ന സോഷ്യോ എക്കണോമിക് സർവേ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സർവേസ് പോലുള്ള പിന്നെ സർവേ ഫോർ കളക്ടിങ് ഓഫ് റീറ്റെയിൽ പ്രൈസസ് ഇൻ അർബൻ റൂറൽ ഏരിയാസ് അങ്ങനെയുള്ള സർവേസിനുള്ള ഫീൽഡ് വർക്ക് ആര് ക്യാരി ചെയ്യുന്നത്? ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. ഇനി അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷന്റെ ആ ഒരു അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെഡ്ക്വാർട്ടേഴ്സ്. സോ അവരാണ് അഗ്രികൾച്ചർ സർവേസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സ്കീമിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സ്കീം ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഈ പറയുന്ന ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ആണ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സർവേസ് ക്യാരി ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് ഏജൻസി, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഒരു ഭാഗം തന്നെയാണ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡൽഹി. 2 പബ്ലിക്കേഷൻസ് ഉണ്ട് ഇവർക്ക്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് ഇൻ ഇന്ത്യ, ആനുവൽ പബ്ലിക്കേഷൻ ആണ്. മന്ത്ലി അബ്സ്ട്രാക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഒരു മന്ത്ലി ഉള്ളവരുടെ പബ്ലിക്കേഷൻ ആണ്. 2 പബ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ആനുവൽ ആയിട്ടുള്ള സർവേ ഓഫ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് കണ്ടക്ട് ചെയ്യുക, ഇക്കണോമിക് സെൻസസ് അതിന്റെ ഫോളോ അപ്പ് സർവേകള്, ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് CSO ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഒരുപാട് വർക്ക് റിലേറ്റിംഗ് ടു ട്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന റിവിഷൻ ഓഫ് നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ആക്ടിവിറ്റീസ് ആണ് ആരുടെ CSOന്റെ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. CSO 1951 മെയ് 2 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഫോം ചെയ്യുന്നത്. ഈ CSO അതും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഒരു ഭാഗമായിട്ടും ഒരു അഡ്വൈസറി ഫംഗ്ഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻ ആയിരുന്നു CSO ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു പേര്. 1954 CSI അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CSO ആയിട്ട് മേർജ് ചെയ്തിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പുതിയൊരു നെയിം വന്നു. ഇനി തേർഡ് ടൈം അതായത് വീണ്ടും ആ ഒരു നെയിം ചേഞ്ച് ചെയ്ത് ഇപ്പൊ നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് എന്നാണ് പറയുന്നത്, CSOനെ പറയുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്
NSO. NSSO അതായത് നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന NSSOയും CSO കൂടെ മേർജ് ചെയ്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഫോം ചെയ്യുന്നത്. 2019 മെയ് 23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഓർഡർ പാസ് ചെയ്തു. അതായത് NSSOയും നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും കൂടെ മേർജ് ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കട്ടെന്ന് വെച്ച്. അപ്പം ഈ NSO ഗവൺമെന്റ് പറയുന്നുണ്ട്, NSO എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSPI തന്നെയാണ് ഹെഡ്, അല്ലെങ്കിൽ ഹെഡ് എന്ന ഒരു അപ്പെക്സ് ബോഡി എന്ന് പറയുന്നതായിരിക്കും. രണ്ട് ഈ പറയുന്ന NSSO അതുപോലെ എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതിന്റെ രണ്ടും ആക്ടിവിറ്റീസ് അഥവാ ഫങ്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ മേർജ് ചെയ്ത് എന്താണ് NSSO അല്ലെങ്കിൽ CSO എന്ന് പറയുന്ന പകരം NSO എന്ന് പറഞ്ഞ ആ ഒരു മേർജ് ഫോമിലായിരിക്കും ഇനിയും തൊട്ട് ഇത് 2019 മെയ് 23 തൊട്ട് അറിയപ്പെടുന്നത്.